ഇത്രയും കാലം ബംഗാളിനെ അടക്കി ഭരിച്ചിരുന്ന മമത, ഇത്രയും കാലം ബംഗാളിന്റെ ദീദി എന്ന് പറഞ്ഞു നടന്ന മമതയ്ക്ക് ഇപ്പോൾ തിരിച്ചറിവ് വന്നിരിക്കുകയാണ്. താൻ ആരുമല്ല, സാധാരണ ഒരു സ്ത്രീ, ഒരു ഇന്ത്യൻ പൗരത്വമുള്ള ഒരു സ്ത്രീ. അധികാരവും ചുറ്റും ഒരു കൂട്ടം തോഴിമാരും അംഗരക്ഷകരാരും ഇന്നില്ല. 24 മണിക്കൂറും CBI-യും ED-യും ഇൻകം ടാക്സും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ കയറിയിറങ്ങുന്നു. ഏത് സമയത്ത് വേണമെങ്കിലും കയ്യിൽ വിലങ്ങു വീഴാം, താൻ ജയിലിൽ അറകൾക്കുള്ളിലാകാം. തൻ്റെ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർ പോലും താൻ പറയുന്നതൊന്നും കേൾക്കുക പോലും ചെയ്യുന്നില്ല. തനിക്ക് നിരോധിച്ച ഒരു 500-ന്റെയും 1000-ന്റെയും നോട്ടിന്റെ വില മാത്രമേ തൃണമൂലിലെ നേതാക്കൾ തരുന്നുള്ളൂ. ഓരോ ദിവസവും ഓരോ നേതാക്കന്മാർ രാജിവെച്ച് പോവുകയാണ്. നിലവിൽ ഡൽഹിയിൽ ഒരു ആഴ്ചയായി നിർണായകമായ യോഗങ്ങൾ തൃണമൂലിലെ നേതാക്കൾ, അതായത് തൃണമൂലിൽ നിന്നും രാജിവെച്ച നേതാക്കന്മാർ BJP-യുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി യോഗത്തിൽ മമത ഡൽഹിയിലെത്തിയപ്പോൾ പോലും തൃണമൂൽ കോൺഗ്രസ് രാജിവെച്ചുകൊണ്ടിരിക്കുന്നു. ആ രാജിവെച്ച വിമതന്മാർ BJP-യുമായി ഡൽഹിയിൽ ചർച്ച നടത്തുകയായിരുന്നു അടച്ചിട്ട മുറിയിൽ. നാളെ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി പശ്ചിമ ബംഗാളിൽ നിന്നും എന്നേക്കുമായി അസ്തമിക്കാൻ പോവുകയാണ്. ഇനി മറ്റൊരു ഗുജറാത്ത് പോലെ ബംഗാൾ ഇനി BJP-യുടെ കയ്യിൽ ഭദ്രമാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസിനെ പിളർപ്പിന്റെ വക്കിലെത്തിച്ചുകൊണ്ട് വിമത MP-മാർ നാളെ ദില്ലിയിൽ യോഗം ചേരാൻ ഒരുങ്ങുകയാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നാളെ ദില്ലിയിലെത്തി വിമത MP-മാരുമായി കൂടിക്കാഴ്ച നടത്തും. ഈ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തങ്ങൾക്കായി ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകാനാണ് വിമത ക്യാമ്പിന്റെ നീക്കം. ഇതിനായി നിയമവിദഗ്ധരുമായി വിമതപക്ഷം ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കത്തിൽ 19 MP-മാർ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് 20 MP-മാരുടെ പിന്തുണ ഉണ്ട് എന്നാണ് വിമത ക്യാമ്പ് അവകാശപ്പെടുന്നത്. കക്കോലി ഘോഷ് ദസ്തിദാറിനെ പാർലമെന്റിന്റെ പാർട്ടി നേതാവായും ശതാബ്ദി റോയിയെ ഉപനേതാവായും അംഗീകരിക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന അവകാശവാദം ഉന്നയിച്ച് സ്പീക്കറെ കാണാൻ മറ്റന്നാൾ വിമതർ സമയം തേടിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിനാകെ 28 ലോക്സഭാ MP-മാരുള്ളതിൽ 12 പേർ മാത്രമാണ് നിലവിൽ മമതാ ബാനർജിക്കൊപ്പമുള്ളത്. വിമതരുടെ നീക്കത്തെ അതിരൂക്ഷമായാണ് മമതാ പക്ഷം നേരിടുന്നത്. വിമത MP-മാരെ വഞ്ചകരെന്ന് വിശേഷിപ്പിച്ച മഹുവ മൊയ്ത്ര അവർ രാജിവെച്ച് BJP ടിക്കറ്റിൽ മത്സരിക്കണമെന്ന് വെല്ലുവിളിച്ചു. അമിത്ഷായുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ താമരയാണ് ഇതിന് പിന്നിലെന്ന് കീർത്തി ആസാദ് MP-യും ആരോപിക്കുകയാണ്. ലോക്സഭയിലെ അംഗബലം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന NDA-ക്ക് വിമതരുടെ ഈ നീക്കം വലിയ നേട്ടമായി മാറും. സംസ്ഥാന രാഷ്ട്രീയത്തിൽ MLA-മാരും വലിയ തോതിൽ മറുകണ്ഠം ചാടുന്നുണ്ട്. നിലവിൽ 80 MLA-മാരിൽ 64 പേരും പ്രതിപക്ഷ നേതാവ് ഋതുപ്രതാപ് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമതപക്ഷത്താണ്. ആദ്യഘട്ടത്തിൽ 58 MLA-മാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സംഖ്യ 64-ആയി ഉയർന്നിരിക്കുകയാണ്. ഇത് മമതാ ബാനർജി സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇത് മമതയ്ക്ക് നൽകുന്ന അടി ചെറുതല്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. നിലവിലെ പാർട്ടിയെ കോൺഗ്രസുമായി ലയിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ഒരു നീക്കം നടത്തുന്നത്. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ടൊക്കെ മമതാ ബാനർജിയും മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയൊക്കെ ഒരു ചർച്ച നടത്തിയതും സോണിയാഗാന്ധി മമത കോൺഗ്രസിലേക്ക് വന്നാൽ ഉപ അധ്യക്ഷ സ്ഥാനം നൽകാം എന്നൊക്കെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ഇനി തൃണമൂലിന് കാലുകുത്താൻ പറ്റില്ല. തൃണമൂലിന്റെ വേര് പൂർണ്ണമായി തന്നെ BJP അല്ലെങ്കിൽ സുവേന്ദു അധികാരി അമിത്ഷായും മോദിയും കൂടെ ചേർന്ന് വെട്ടി നിരത്തിയിരിക്കുകയാണ്.